ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പ്രവൃത്തികൾ ഈ വാക്യത്തിൽ വെളിപ്പെടുന്നു. പഴയ നിയമം പറയുന്നത് ദൈവം മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു എന്നാണ്. ഇവിടെ യേശു പറയുന്നത് താനും ജീവൻ നൽകുന്നു. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. യേശു തരുന്ന ജീവൻ പുതിയ ആത്മീക ജീവനാണ്. വിശ്വസിക്കുന്നതിന് മുമ്പ് സകല മനുഷ്യരും ആത്മീകമായി അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരാണ്. അതായത് അവർ ദൈവത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ കൂട്ടായ്മ ലഭിക്കുക അസാധ്യമാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നത് ആത്മീക മരണമാണ്. എന്നാൽ അവരെ ജീവനിലേക്ക് നടത്താനുള്ള ശക്തി ക്രിസ്തുവിനുണ്ട്. യേശു തരുന്ന ജീവൻ നിത്യജീവനാണ്. പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. നാം ഇതിന് അർഹരല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹവും കൃപയും മൂലമാണ് നമുക്കിത് ലഭിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത് മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അവൻ ആത്മീയ ജീവിതം നൽകാനാണ്. മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ഭാരം അവൻ സ്വയം ഏറ്റെടുക്കുകയും നാം അനുഭവിക്കേണ്ട സകല ശിക്ഷയും ക്രൂശിൽ വഹിക്കുകയും നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കപ്പെടുകയും ചെയ്തു. 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ അവനിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവന് പാപമോചനവും രക്ഷയും ജീവനും ലഭിക്കുന്നു. ഈ ജീവിതം, അതായത് ആത്മീയമായി മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം ആ പാപിയായ മനുഷ്യനെ ആത്മീയമായി ജീവിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതം ലഭിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.